ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം
പരിശുദ്ധനാകുന്നു. സമയത്ത് തിരുസനിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്നും അവർ യെരുശലേമിന് സമീപത്ത് ഒരു സബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒരു മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു.
അവിടെ എത്തിയപ്പോൾ അവർ വാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരുകാരനായ സീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന വിളികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചയിലോട് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. സഹോദരരെ, നാം മുടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. അടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷാ വേളകളിൽ ഇപ്രകാരം ഉപദേശിച്ചു. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്കരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവിനേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണോ. സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായിരിക്കുന്ന മിശിഹാതമ്പുരാനും ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനോ ശുദ്ധീകരിക്കുന്നവനോ ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചയില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വലുപ്പമുള്ള എൻ്റെ പാപങ്ങളും ശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനേതായതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങൾ നൽപൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായ ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ രാജാവായ മിശിഹായ ഞങ്ങൾക്ക് പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കുമ്പോൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും പാപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. അവസാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചാർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതി സ്തോത്രവും ഞങ്ങൾ കരേറ്റുകൊള്ളുന്നു. മറഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും എൻ്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ടതല്ല വാത്സല്യപുത്രന്റെ മുൻപാകെയും എൻ്റെ ആവശ്യപ്പാൽ ലോകത്തെ പരിപാവനമാക്കി ചെയ്യുന്ന പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും എൻ്റെ വിശുദ്ധയാഗപീഠത്തിന്മേൽ ഞങ്ങളുടെ ആത്മീയങ്ങളാകുന്ന സത്യാനുതാപവും സ്തുതിസ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവയെ കൈക്കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിന്റെ ഇടവേട കുറ്റങ്ങളെല്ലാം നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, വിശുദ്ധിയോടെ തിരുമേശ സംബന്ധിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെയും പുരുഷന്മാരെയും സൗമ്യതയും സാവധാനതയുമാകുന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും വിധവകളെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും
എന്നും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം, കാദീശമോ കാദീശോ കാദീശ് പ്രോ കാദീശോ കാദീശ് റുഹോ ഹായോ കാദീശോ. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സ്വരത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ എല്ലാവർക്കും ഇരിക്കാം. പരസ്യങ്ങൾ പ്രസ്താവിക്കാം. ദൈവമായ കർത്താവേ, തിരുസനിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെയും ഹാബേലിൻ്റെ ബലിയെപ്പോലെയും മനുഷ്യരുടെ കണ്ണുനീരിനെ പോലെയും സ്വീകരിക്കണമേ. കണക്ക് നോക്കാതെ കൊടുക്കുവാനും മുറിവുകൾ നോക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിപ്പാനും തിരുഹിതം ചെയ്യുന്നൊഴികെ മറ്റൊന്നും കാക്ഷിക്കാതെ പ്രയത്നിപ്പാനും കൃപ നൽകണമേ. നിന്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ബഹുമാനപ്പെട്ട സിജോ അച്ഛൻ, കർത്താവിൽ പ്രിയരെ, ഇന്ന് നിങ്ങളോട് കൂടെ ഈ ശുശ്രൂഷകൾ സംബന്ധിപ്പാനായിട്ടിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം ഉണ്ടാക്കിയതായിട്ടുള്ള ബഹുമാനപ്പെട്ട കൊച്ചുകോശിയച്ഛനോടും സിജോ അച്ഛനോടും ഇടവകയുടെ ചുമതലക്കാരോടുള്ള നന്ദി ഞാൻ ആ സമയത്തെ അറിയിക്കുന്നു. ഈ പള്ളി പണിയുന്ന സമയത്ത്, കൂദാശയുടെ സമയത്തും കൂദാശ കഴിഞ്ഞും വി തോമസിനോട് ഇരിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് PM ജോർജിനോട് ഇരിക്കുമ്പോഴും ഞാൻ ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. ചില ആളുകളെങ്കിലും ഓർക്കും ഞാൻ കരുതുന്നു. ഞാനന്ന് ഷിക്കാഗോ മാർത്തോമാ ഇടവകയുടെ വികാരിയാണ്. 1981 ഈ പള്ളിക്ക് വേണ്ടി
ഞാനും പി വി തോമസിനും കൂടെ പല സ്ഥലങ്ങളിൽ കളക്ഷന് വേണ്ടി പോയതൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഹൂസ്റ്റൺ മാർത്തോമ ഇടവക, ട്രിനിറ്റി ഇടവക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യവും സന്തോഷത്തോടെ ഞാൻ ഇവിടെ ഓർക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം ഇന്നിവിടെ വരുവാനായിട്ടിടയായതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ സഭയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ജാഗരണം, ദ വെയിറ്റിംഗ് ഫോർ ദി സ്പിരിറ്റ് ഓഫ് ഗാഡ്, ആ വിഷയമാണ്. അതിനിന്ന് നമ്മൾ ഏവൻഗേലിയോനായി വായിച്ച ഭാഗം കർത്താവിൻ്റെ വചനങ്ങളാണ്. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളോടുകൂടെ വസിക്കുകയും ഞങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും അധികാരത്തോടും കൂടെ ഈ വചനം പറയുവാനും ആത്മാവിൽ വചനങ്ങളെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോട് കേൾക്കണമേ. പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് ആരാണ് പറയാമോ? പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി, റൈറ്റ്? പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ, ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ? ത്രിത്വം എന്ന് പറഞ്ഞാൽ എന്നാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം മൂന്നാണോ? ഒന്നാണോ? ഒന്നല്ല മൂന്നാണ്, മൂന്നല്ല ഒന്നാണ്. ഇതെന്തോ കളിയാ? ഇതാണ് ഇവിടുത്തെ വലിയ വിഷയം. പുസ്തകങ്ങളിൽ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് തൃത്വത്തെക്കുറിച്ച്. നമ്മുടെ വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. 3 ദൈവങ്ങളല്ല, ഒറ്റ ദൈവമാണ്. നിങ്ങൾക്കറിയാം, വെള്ളത്തിൻ്റെ 3 ഫോംസ് എന്നാ? ഐസ്, വേപ്പർ, ലിക്വിഡ് ഫോം. 3ആയി നമുക്ക് അനുഭവിക്കാൻ കാണാം. എന്നാൽ കെമിക്കൽ ഫോർമുല എന്നാ? H2O. വെള്ളത്തിൻ്റെയും കെമിക്കൽ ഫോർമുല H2O ആണ്, വേപ്പറിൻ്റെയുമാണ് സെയിം, ഐസിൻ്റെയും സെയിമാണ്. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന പിതാവും പുത്രനും. അപ്പോൾ ഐസ് ഉള്ളിടത്ത് എന്തൊക്കെ ഉണ്ടാക്കാം? വേപ്പർ ഉണ്ടാക്കാം, ലിക്വിഡും ഉണ്ടാക്കാം. ലിക്വിഡ് ഉള്ളിടത്ത് തിരിച്ചും, വേപ്പർ ഉള്ളിടത്ത് തിരിച്ചും. ഒന്നിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റാൻ സാധ്യമല്ല. ഒന്നുള്ളിടത്ത് മറ്റേതുമുണ്ട്. പിതാവായ ദൈവം ഉള്ളിടത്ത് ആരുണ്ടാകും? പുത്രനും പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവുള്ളിടത്തോ പിതാവും പുത്രനും. പുത്രനുള്ളിടത്തോ പരിശുദ്ധാത്മാവ്. ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് വന്നാൽ ഒന്നാമത്തെ ആൻസറാണ് തൃത്വത്തിൽ ഒരുവനായ ദൈവമാണ്. ദൈവമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. ഈ പ്രപഞ്ചത്തിൻ്റെ സകല രഹസ്യങ്ങളും, അതാണ് നമ്മൾ സയൻസൊക്കെ പഠിക്കുന്നത്. സയൻസ് മുഴുവൻ എന്തുവാ? കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ബയോളജി ആയാലും എന്തെല്ലാം പഠിക്കുന്നത് ഈ ദൈവം സൃഷ്ടിച്ച ലോകത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ അടുത്തുള്ള നാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെ ഒരാളോട് ചോദിച്ചു, എനിക്കുള്ള സംശയങ്ങളൊക്കെ ചിലരോടൊക്കെ ചോദിക്കാം. അന്നേരം പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ അറിയാൻ പാടില്ല. കാരണം അത്ര വിശാലമാണിത്.
നമ്മുടെ കവി പാടിയത് അതുകൊണ്ടാണ് അനന്തം അജ്ഞാനം അവർണ്ണനീയം എന്ന് പാടിയത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ചവനാണ് ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം മാത്രമല്ല, പുത്രനും പരിശുദ്ധാത്മാവും. ആ ദൈവം എന്നെയും സൃഷ്ടിച്ചു, ആ ദൈവം നിങ്ങളെയും സൃഷ്ടിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയുള്ള ബീയിങ് ആരാന്നറിയാം? നിങ്ങളാണ്, ഞാനാണ്. ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ക്രിയേഷൻ ഇൻ ദ വേൾഡ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ചെന്നാൽ എത്ര ഡിപ്പാർട്ട്മെൻറ്റാ? കാർഡിയോളജി, എനിക്കറിയാൻ പാടില്ല എന്നും പറയാനായിട്ട്. ഇതെല്ലാം ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ്. എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവ്. അവൻ വലിയ ദൈവമാണ്, ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം. ആ ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഇനിയും ഈ ദൈവത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 25-ാമത്തെ വാക്യമാണ്. വേദപുസ്തകം ഉള്ളവരൊന്ന് എടുക്കണം. വേദപുസ്തകം ഉള്ളവരെല്ലാം വേദപുസ്തകം എടുക്കണം. ഇംഗ്ലീഷോ മലയാളം വാട്ട് എവർ യു ഹാവ്. അപ്പോൾ ഹൂ ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്? പരിശുദ്ധാത്മാവെന്നത് കാര്യസ്ഥനാണ്. ഗ്രീക്ക് ഭാഷയിലാണ് വേദപുസ്തകം പുതിയ നിയമം എഴുതിയത്. ഈ ഗ്രീക്ക് ഭാഷയിൽ ഇതിൻ്റെ പേര്, ഈ കാര്യസ്ഥൻ എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പാരക്ലീറ്റോസ് എന്നാണ്. മലയാളത്തിൽ നമ്മളത് പാരക്ലീത്ത ആകുന്ന ആത്മാവെ നമ്മൾ നമ്മൾ ലിറ്റർജിയിലൊക്കെ ഉണ്ട്. പാരക്ലീത്ത ആകുന്ന ആത്മാവെ നീ പരിശുദ്ധനാകുന്നു. പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പാര മീൻസ് ബിസൈഡ്, ക്ലീറ്റോസ് മീൻസ് കോൾ ബിസൈഡ് എന്നാണ്. എൻ്റെ അടുത്തിരിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അടുത്തിരിക്കുന്നവൻ. അപ്പം കാര്യസ്ഥൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ, എൻ്റെ കൂടെ ഇരിക്കുന്നവൻ, കാര്യസ്ഥൻ. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പേരെന്നാ? കാര്യസ്ഥൻ. ഇത് യേശുക്രിസ്തുവിൻ്റെ പേരാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ, 1 യോഹന്നാൻ 1-2 വാക്യങ്ങൾ, 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ. അപ്പം ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? ജീസസ് ക്രൈസ്റ്റും ആരാ? കാര്യസ്ഥനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഹോളി സ്പിരിറ്റ് കാര്യസ്ഥനാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ പാരക്ലീറ്റോസ്. ആൻഡ് ദെൻ അഗെയിൻ ദ ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദ പാരക്ലീറ്റോസ് ആൻഡ് ദ വൺ ഹൂ ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ. ഇവിടെ യേശു തന്നെയാണ് പരിശുദ്ധാത്മ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പുസ്തകത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കുള്ളത്, ടീച്ചിങ്സ് ഉള്ളത് 2 പുസ്തകത്തിലാണ്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലും മറ്റൊന്ന് പോളിൻ്റെ ലെറ്റേഴ്സിലുമാണ്. എസ്പെഷ്യലി റോമാലേഖനത്തിലാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ടീച്ചിങ്. അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യസ്ഥൻ, ഈ 2 പേരും കാര്യസ്ഥനാണെങ്കിൽ മറ്റൊരു കാര്യസ്ഥൻ ആരാ? നിങ്ങൾ ഗ്രീക്ക് 1 ആക്ട് പ്ലേ കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് ഏകാംഗ നാടകം എന്നൊക്കെ പറഞ്ഞാൽ ആ കുഴപ്പമാണ്, അതുകൊണ്ട് അത് പറയണ്ട. ഏതായാലും എനിക്കത് പറയാതിരിക്കാൻ ഒക്കെയല്ല, കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പം ഈ ഗ്രീക്ക് 1 ആക്ട് പ്ലേയിലെ ഒരാളെ ഉള്ളൂ പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരാൾ പ്ലേ ചെയ്തതിന് ശേഷം വേറൊരു ക്യാരക്ടറിന് പ്രവേശിക്കണമെങ്കിൽ ഈ ആൾ ഇവിടുന്ന് പോയേ ഒക്കെ ഉള്ളൂ. ഈ ആൾ പോയി മറ്റൊരു റോളിൽ ഈ ആൾ തന്നെ മടങ്ങി വരും. അതാണ് 1 ആക്ട് പ്ലേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ലാംഗ്വേജാണ് ഇവിടെ യോഹന്നാൻ്റെ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് 1 ആക്ട് പ്ലേയുടെ ലാംഗ്വേജാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ, ആൾ പോയതിന് ശേഷം മാത്രമേ മറ്റേ ആളിന് പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ
കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ കാര്യസ്ഥനാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോകാൻ, ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ദാറ്റ് ഐ ഷുഡ് മൂവ് ഫ്രം ദ സീൻ സോ ദാറ്റ് ദി അതർ പേഴ്സൺ മേ കം ഇൻ. അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, ക്രൈസ്റ്റ് ആണ് ഈ സീനിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ക്രൈസ്റ്റ് അഗെയിൻ ഈസ് കമ്മിങ് ബാക്ക് ആസ് ഇൻ എ ഡിഫറെൻറ്റ് റോൾ. അതാണ് യോഹന്നാനോട് പറയാൻ ശ്രമിക്കുന്നത്. ഈ അധ്യായത്തിൽ തന്നെ 14 അധ്യായത്തിൽ തന്നെ 16 വാക്യം മുതൽ 16 17 വാക്യം വായിക്കട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, 16 വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. സത്യമാരാ? യേശു തന്നെയാണ്. അപ്പോൾ അവൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവാണ് ആര്? ഈ പരിശുദ്ധാത്മാവായ ദൈവം. ഇനിയും എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും. ഇനി പറഞ്ഞ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കണം. ഇറ്റ്സ് എ പെർമനൻ്റ്ലി ഗിവൺ. അതാണ് ഈ ആത്മാവിൻ്റെ പ്രത്യേകത. പഴയ നിയമത്തിലാണെങ്കിൽ ഈ ആത്മാവ് വന്നതിന് ശേഷം അങ്ങ് മടങ്ങിപ്പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്നൊക്കെ നമ്മൾ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം അങ്ങ് പോകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പാപം ചെയ്ത നിമിത്തം എടുത്തു കളയരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. കാരണം ഇറ്റ് കംസ് ആൻഡ് ഗോസ്. എന്നാൽ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ഗിവൺ ടു യു പെർമനൻ്റ്ലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും ആര് കൂടെയുണ്ട്? പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. അത് നിങ്ങളെല്ലാം തോന്നിയ അവസ്ഥ കാണിക്കുമ്പോഴൊക്കെ ആരുണ്ട് കൂടെ? മറന്നു പോകരുത്, കൂടെയുണ്ട്. അപ്പോൾ ഈ ആത്മാവ് പെർമനൻ്റ്ലി ഗിവൺ, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം. അത് നമ്മുടെയൊക്കെ ചിന്തയെന്ന് പറയുന്നത്, പള്ളി വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ആത്മാവ് കൂടെ ഉണ്ട്. ഓഫീസിൽ പോകുമ്പോഴും കിച്ചണിൽ കയറുമ്പോഴും ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂമിനകത്തെ അകത്തെ അകത്തെ സാധനത്തിൽ കയറുമ്പോഴും ആരുണ്ട് കൂടെ? മറന്നേക്കരുത്, ഓർത്തോണം. പെർമനൻ്റ്ലി ഗിവൺ. നിനക്ക് മാറിയിരിക്കാൻ, നിനക്ക് ഓടി ഒളിക്കാൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ പിതാവേ ഞാൻ നിന്നെ വിട്ട് എവിടേക്ക് പോടും? സ്വർഗത്തിൽ ഞാൻ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും. നിന്റെ സന്നിൽ എനിക്ക് മാറിയിരിക്കാനൊക്കെയില്ല. മറക്കരുത് പ്രിയപ്പെട്ടവരെ, ദൈവസനിൽ നിന്ന് മാറിയിരിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. പെർമനൻ്റ്ലി ഗിവൺ, എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ധാരണ, ഈ ആത്മാവ് കുറച്ച് സമയത്ത് കൂടെ ഇരിക്കുന്നു, പിന്നെ അങ്ങ് പോകുന്നു. ഞാൻ പണ്ടൊരു പ്രാർത്ഥനാ യോഗത്തിന് പോയി. എനിക്ക് അധികം സമയമില്ലേ വർത്തമാനം പറയാം, എങ്കിലും ഞാൻ ചിലതൊക്കെ പറഞ്ഞാലേ ഒക്കുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് ഞാൻ സെമിനാറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയതാണ്. അവരിവിടെയുണ്ട്, അമേരിക്ക, ഹൂസ്റ്റണിലല്ല. അപ്പോൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളിവിടെ, അച്ഛനോടൊന്നിരിക്കാമോ? ഞാൻ പറഞ്ഞു ശരി, ഞാനിവിടെ ഇരിക്കാം. അച്ഛൻ വരുമോ? വികാരി അച്ഛൻ. ഞാനല്ല വികാരി. അന്നേരം പിന്നെ അച്ഛൻ വരത്തില്ല, അച്ഛനില്ലാത്ത പ്രാർത്ഥന. അപ്പോൾ ശരി, എന്നാ ഒന്ന് ഇരുന്നിട്ടേ പോകുന്നുള്ളത് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇവർ വന്ന് എല്ലാവരും പലയിടത്തു നിന്ന് വന്നു. റാന്നിയിലുണ്ട്, മന്നന്മാരിൽ നിന്നുണ്ട്, പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും വന്നു. പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഞാൻ ഒരു 10-20 പേര് വന്നു. എല്ലാവരും പ്രാർത്ഥനയ്ക്കിരുന്നു. എല്ലാവരും പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് പാടാൻ തുടങ്ങിയപ്പം തമ്പർ അടിക്കുക, പാട്ട് പാടും. തമ്പർ ഇങ്ങനെ അടിച്ച് ഞാനും കൂടെ പാടി. എനിക്കും കുറവില്ലല്ലോ, വല്ലൊന്നുമില്ലല്ലോ, ആത്മാവ് എനിക്ക് കുറവില്ലല്ലോ. ഞാനും പാടി അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങ് സ്പ്രിങ്ങ നിൽക്കുമായിരിക്കും. തമ്പർ അടിക്കുന്നു, പാട്ട് തരുമ്പം ഷോ. അപ്പോൾ 3 പാട്ട് പാടി. ഈ 3നും അതുപോലുള്ള പാട്ടാണ്. എല്ലാ പാട്ട് പാടുമ്പോഴും ഇങ്ങനെ ഒക്കത്തില്ല. വരിക നല്ല വരങ്ങളെ നീ വരികയാവി എന്നുള്ള പാട്ട് പാടിയാൽ നമുക്ക് വല്ലതും ഉറക്കുമോ? വിശുദ്ധാത്മാവെ വരിക ദോഷിയാമൻ ചങ്കിൽ വസിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്നും തുള്ളാൻ നോക്കില്ല. അതിന് നമുക്ക് തുള്ളാൻ പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊന്ന് പാട്ടാണ് പാടിയേ. പാടി ഞാൻ പ്രസംഗിച്ചപ്പോൾ എൻ്റെ പുസ്തകം
ഈ യോഹന്നാൻ്റെ ഞാൻ ഈ റിസർച്ച് ചെയ്ത യോഹന്നാൻ്റെ സുവിശേഷത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുമ്പോഴൊക്കെ അത് മിക്കവാറും എടുക്കുന്നു. 17-ാം അധ്യായത്തിലാണ് പ്രസംഗിച്ചത്. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൻ്റെ അവരെ വീഴാതെ വണ്ണം, ദുഷ്ടൻ്റെ കയ്യിലാകപ്പെടാതെ വണ്ണം അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ടച്ച് ചെയ്താൽ പ്രസംഗിച്ച് കഴിഞ്ഞ് ഒരു പാട്ട് പാടി, അനക്കമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ തുള്ളിച്ചതെങ്കിൽ പിന്നെ ഒടുവിൽ പാടിയപ്പോഴും തുള്ളുമായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പം എന്നാ നിങ്ങളെ ആ പഴയ ആദ്യത്തെ ശക്തിയില്ലല്ലോ എന്ന്. പാവപ്പെട്ട മനുഷ്യരാണ്, അവർ ചിരിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നതെന്നു ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആത്മാവിലുള്ള ജീവിതമെന്ന് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയാൻ ആഗ്രഹിച്ചത്. ഹൂ ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്? പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, പാടുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുന്ന ആത്മാവ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന അടുത്ത വാചകം? പുസ്തകമുള്ളവർ വായിക്കണം. സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യം എന്നേക്ക് നിങ്ങളോട് ഇരിക്കാൻ നിങ്ങൾ തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിനെ അവന് ലഭിപ്പാൻ നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ഇപ്പൊ ഇതേത് ടെൻസാ? വസിക്കുകയും ഇരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസാണ്. അപ്പൊ തരുമെന്ന് പറഞ്ഞ ഏത് ടെൻസാ? ഫ്യൂച്ചർ ടെൻസാ. അപ്പോൾ മറ്റൊരു കാര്യസ്ഥൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ കാര്യസ്ഥൻ ഇപ്പോൾ നിങ്ങളോടുകൂടെ വസിക്കുകയും ഇരിക്കുകയും ചെയ്യും. ആരാത്? യേശുക്രിസ്തു. റൈറ്റ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന കാര്യസ്ഥൻ ആരാ? ഇതാര് പറഞ്ഞതാ? ഇനി ഇതിനകത്ത് അപ്പുറത്ത് ഒരു പോപ്പിന് പോലും മറുപടിയില്ല. അതിനപ്പുറത്ത് പറയാൻ ഒക്കുകയില്ല. അതാ എൻ്റെ കാര്യം. ഈ യേശു തന്നെയാണ് ആര്? വെരി ഗുഡ്. ഈ യേശു തന്നെയാണ് പരിശുദ്ധ. ഇത് മറന്നേക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും ഇത് മറക്കരുത്. മറ്റാരുമല്ല, ഈ യേശു തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന് പറയുന്ന പേരാണ്, മറ്റൊരു പേരാണ് പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്നത്. The whole Godhead is available in the person of the Spirit of God. The whole Godhead is available in the person of Christ. ഒരിക്കലും കുറവോ കൂടുതലോ ഇല്ല. മുഴുവനായിട്ട് അവൻ നമ്മോട് കൂടെയുണ്ട്. യേശുവാണ്. പിന്നെ അടുത്ത വാചകം എന്നാ? വളരെ രസമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പിന്നെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല, നിങ്ങളോ എന്നെ. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ആരായി പരിശുദ്ധാത്മാവ്? ഇത് മറ്റാരും പറഞ്ഞ യേശുവാണ് പറഞ്ഞത്. യേശു പറഞ്ഞു, ഞാനാണ് ഈ ആത്മാവ്. ഇനി ആർക്കാണ് ഈ ആത്മാവിനെ കൊടുക്കുന്നത്? ക്ലിയർ ആയിരിക്കണമല്ലോ. ക്ലിയർ ആണല്ലോ. ആർക്കാണ് ഈ ആത്മാവിനെ കൊടുക്കുന്നത്? 13 വയസ്സിന് ശേഷമേ ഉള്ളൂ. വിശ്വസിച്ചതിന് ശേഷമേ ഉള്ളൂ. നിങ്ങളെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം എന്ന് വായിക്കണം. ചുമ്മാ ഉറങ്ങുന്നവർക്കൂടെ ഞാൻ ഈ പറയുന്നത്. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ആത്മാവിൽ നമ്മൾ എഴുതിയേക്കുന്ന എൻ എന്നുള്ളൊരു പ്രിപ്പോസിഷനാണ്. എന്നിന് മീൻസ് ബൈ എന്നാണ്. ബൈ ഓർ ഇൻ എന്ന്. ബൈ വൺ സ്പിരിറ്റ് യു ആർ ഓൾ ബാപ്റ്റൈസ്ഡ്. എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ബൈ വൺ സ്പിരിറ്റ് യു ആർ ഓൾ ബാപ്റ്റൈസ്ഡ്. ആരാ ബാപ്റ്റൈസ് ചെയ്തേ? പറയാം. അച്ഛനാണോ മെത്രാച്ചനാണോ വേറെ വല്ലവരുമാണോ സ്നാനം ചെയ്തത്? ആരാ? ഞാൻ ചോദിച്ചു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അതായത് ആരാ ബാപ്റ്റൈസ് ചെയ്തത്? ബൈ വൺ സ്പിരിറ്റ്. ഞാൻ ആ ഗ്രാമറാ ചോദിക്കുന്നത്. ബൈ വൺ സ്പിരിറ്റ് യു ആർ ഓൾ ബാപ്റ്റൈസ്. ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. രാമൻ പട്ടിയെ കൊന്നു. ആരാ കൊന്നേ?
പട്ടി രാമനാൽ കൊല്ലപ്പെട്ടു. ആരാ കൊന്നേ? എങ്ങനെയാ പറഞ്ഞത്? രാമനാൽ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരാ സ്നാനപ്പെടുത്തിയേ? അത് ഉറക്കെ പറയണം, അതായത് ഞാൻ ഇപ്പോഴാണല്ലോ മനസ്സിലായി. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഏതൊരു സ്നാനമുണ്ടോ അത് നടത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ഞങ്ങൾ അവിടുത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, അച്ഛനോ മെത്രാച്ചനോ. ആ പരിശുദ്ധാത്മാവ് നടത്തുന്നത്. അത് ചെറുതോ വലുതോ, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ആരാണെങ്കിലും ഏത് സ്നാനമായിരുന്നാലും നടത്തുന്ന ആരാ? നടത്തി എങ്ങോട്ടാണ് ചേർക്കുന്നത്? സഭ ആരുടെ ശരീരമാണ്? യേശുവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ആരാണ് സ്നാനം നൽകുന്നത്? പരിശുദ്ധാത്മാവായ ദൈവമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം സ്നാനം നൽകിയെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം വേദപുസ്തകത്തിലെ പൊരുൾ തിരുത്തി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇഫ് യു ആർ ബാപ്റ്റൈസ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഇഫ് യു ആർ ഗോയിങ് അവേ ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫോർ അനദർ ബാപ്റ്റിസം, യു ബിട്രേ ഹും? ഈ പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് സ്നാനം നൽകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലേ ഉള്ളൂ സ്നാനം. രണ്ടാമത് സ്നാനം വെക്കാൻ പോയാൽ ആദ്യത്തെ സ്നാനം തന്നെ പറ്റും. ഇറ്റ് ബിക്കംസ് ഇൻവാലിഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ സ്നാനം ആ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രവർത്തനമായി തീരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ ഓർത്തുള്ള നന്മയ്ക്കായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും സ്നാനം വെക്കാൻ പോയാൽ ആർക്കെതിരായുള്ള പാപമാണ്? മറക്കരുത്. ചുമ്മാതെ പോയി കുളിച്ചേച്ച് വരുതല്ലിത്. എനിക്കറിയാം പല ബിരുദന്മാരും അവിടെ പോയി രണ്ടാമത് മുങ്ങിയതിന് ശേഷം ഇവിടെ വന്നിരിപ്പണെന്ന് പറയാം. എന്നോ ഈ കള്ളത്തരം കാണിക്കേണ്ട കാര്യം തന്നെ. എന്തൊരു ഭീകരമാണ്. അതിനാണ് പറയുന്നത് ചെയ്യരുത്, ചെയ്താൽ അനുദപിക്കണം, അനുദപിച്ചിട്ട് വന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണത്. ചുമ്മാതെ വന്ന് വെള്ളത്തിൽ ചാടുകല്ലിത്. ദൈവം തമ്പുരാനാണ് നിനക്ക് സ്നാനപ്പെടുത്തിയത്, ഈ സഭയോട് ചേർത്ത് നിർക്കണം. ഇനി അടുത്ത വാചകം എന്നാ? ഒരേ ആത്മാവിനെ, ഈ പുസ്തകം വായിക്കണം ദയവേത്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഒരേ ആത്മാവിനെ പാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ? കുടിക്കുകയാണ്. അപ്പം കുടിച്ചാൽ എങ്ങോട്ടാ പോകുന്നത്? ഉള്ളോട്ടാ, നമ്മുടെ ഉള്ളിലോട്ടാ പോകുന്നത്. വെള്ളം കുടിച്ചാൽ വയറ്റിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പം പരിശുദ്ധാത്മാവ് സ്നാനം നൽകുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അതുകൊണ്ട് സ്നാനമേറ്റ എല്ലാ മനുഷ്യർക്കും എന്ത് ദൈവം നൽകിയിട്ടുണ്ട്? പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട്. മറക്കരുത് പ്രിയപ്പെട്ടവർ. All have been given the Spirit of God. ഇതാണ് ഈ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെ എല്ലാ ഏരിയയിലും എല്ലാ സ്ഥലങ്ങളിലും 2 സ്ഥലം ഒഴിച്ച് എല്ലാ സ്ഥലത്തും സ്നാനത്തോട് ചേർന്നാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അപ്പോൾ എഫെസോസിൽ പൗലോസ് ചെല്ലുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? 19 അധ്യായം, എഫെസോസ് പ്രവൃത്തി 19 അധ്യായം. വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഇപ്പോൾ എനിക്ക് പറയാൻ നേരമില്ല. അന്നേരം പൗലോസ് അന്നേരം എഫെസോസിലെ ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനം. അയ്യോ അത് ശരിയല്ല, യോഹന്നാൻ്റെ സ്നാനമല്ല ശരി, അത് യേശുവേറ്റ സ്നാനമാണ്. നിങ്ങൾക്കറിയാം. അവർ പറഞ്ഞു ക്രിസ്തീയ സ്നാനമായിരുന്നു, എന്തോ കിട്ടിയേനെ? പരിശുദ്ധാത്മാവിനെ കിട്ടിയേനെ. നിങ്ങൾക്കതില്ല, അപ്പം നിങ്ങൾ ക്രിസ്തീയ സ്നാനമല്ല ഏറ്റത്. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം? ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നാനമേറ്റു. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനമേറ്റവർക്ക് വീണ്ടും സ്നാനമേറ്റു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു. അവിടെ അങ്ങനെ എഴുതിയേക്കുന്നു. അപ്പം ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ സ്നാനം ഒരിക്കലേ ഉള്ളൂ. യോഹന്നാൻ്റെ സ്നാനമേറ്റവർക്ക് വീണ്ടും ക്രിസ്തീയ സ്നാനം കൊടുത്തു. അപ്പം ക്രിസ്തീയ സ്നാനം മറ്റേ യോഹന്നാൻ്റെ സ്നാനത്തിന് എന്നാ പറ്റി? ഇറ്റ് ബിക്കെയിം ഇൻവാലിഡ്, നൾ ആൻഡ് വോയിഡ് ആയിട്ട് വേദപുസ്തകത്തിൽ തന്നെ തീർന്നു പോയി.
നിങ്ങളൊക്കെ ഓർക്ക് വലിയ ആൾക്കൊന്നും യേശു സ്നാനമേറ്റു, അതുകൊണ്ട് നീയും പോയി സ്നാനപ്പെടണം. യേശു സ്നാനമേറ്റതിൻ്റെ കാര്യമായി പറഞ്ഞത്. ആ സ്നാനം വേദപുസ്തകത്തിൽ തന്നെ എന്നാ പറ്റി? വിലയില്ലാതെ തീർന്നു. യോഹന്നാന്റെ സ്നാനമേറ്റവർക്ക് വീണ്ടും ക്രിസ്തീയ സ്നാനം നൽകി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള, യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം നൽകി. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഈ ക്രിസ്തീയ സ്നാനം ഏറ്റതിന് ശേഷം വീണ്ടും യോഹന്നാന സ്നാനം ഏൽക്കണമോ? വേണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പമുണ്ട്. എവിടെയാണെന്നറിയാമോ? നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ വിട്ടേച്ചാ പോന്നു. ഈ പുള്ളിയോടൊന്നും ആലോചിക്കത്തില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഈ പരിശുദ്ധാത്മാവിനോട്. അതാണ് ഈ അടങ്ങി ഒതുങ്ങി ഈ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നീ വളരണം. അതിനാണ് ഈ ജാഗരണം എന്നിവിടെ പറഞ്ഞത്, വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. നീ പരിശുദ്ധാത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവന് വിധേയപ്പെട്ട് ജീവിക്കണം. അതാണ് ആവശ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഒരു ക്രിസ്ത്യാനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതെന്ന് പറഞ്ഞു. സ്നാനത്തിൽ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സർവ്വ മനുഷ്യർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ 2 സ്ഥലത്ത് മാത്രമേ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പരിശുദ്ധാത്മാവിനെ നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യം. ആ 4 വാക്യങ്ങൾ. ഒന്നാമത്തേത് നിങ്ങൾക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും കൂടെ കൂടിയിരുന്നപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. രണ്ടാമത് ശിഷ്യന്മാരുടെ മേൽ അവരവരുടെ മേൽ ഊതി, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചാണ്, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഈ 2 സ്ഥലത്തും ഒരാൾക്കല്ല കൊടുത്തത്. ആർക്കാ കൊടുത്ത്? കമ്മ്യൂണിറ്റിക്കാണ് കൊടുത്തത്. ദ കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ്. സഭയ്ക്ക് പ്രത്യേകമായി നൽകി. സഭയുടെ അപ്പോസ്തലന്മാർക്ക് സ്പെഷ്യൽ വേ പരിശുദ്ധാത്മാവിനെ നൽകി. അതുപോലെ തന്നെ സഭയ്ക്ക് മുഴുവനായി പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി. ഓർക്കണം. അതുകൊണ്ട് ഒരാൾക്കല്ല പരിശുദ്ധാത്മാവിനെ കൊടുത്തത്, ഒരു കമ്പനി ഓഫ് പീപ്പിൾ, കമ്പനി ഓഫ് ഡിസൈപ്പിൾസ്, എ കമ്മ്യൂണിറ്റി, അവർക്കാണ് കൊടുത്തത്. നമുക്കെങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്ന് പറഞ്ഞ് സ്നാനത്തിലാണ്. സ്നാനത്തിൽ എങ്ങോട്ടാണ് ചേരുന്നത്? സഭയോടാണ്. സഭ എന്ന സമൂഹത്തോട് ചേരുമ്പോൾ, ആ സഭയ സമൂഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ആ മന്ദിരത്തോട് ചേരുമ്പോൾ വി ഓൾസോ ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതാണ് എൻ്റെ ഈ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന ദർശനം. അതാണ്. ഇനിയും ഈ പരിശുദ്ധാത്മാവ് ഉള്ളതെന്നുള്ളതിൻ്റെ തെളിവ് തന്നെ. ആത്മാവ് ബലപ്പെട്ടു. ഇപ്പം ബലമുണ്ടോ? ഫലം കഴിയും. എന്താണ് ഫലം? റൈറ്റ്. എന്താണ് ഫലം? ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട് എന്നേ ഉള്ളൂ, ഫ്രൂട്ട്സ് എന്നില്ല. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്തുവാ? ഫ്രൂട്ട്, സ്നേഹം. ഒറ്റ കാര്യമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ സബ്സിഡറീസ് ആണ്. സ്നേഹം. ഈ നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, അത് ഈ നമ്മുടെ ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് മാർത്തോമാ സഭയുടെ വിശ്വാസം പലർക്കും അറിഞ്ഞുകൂടാ. വേറെ സഭകളുടെയൊക്കെ വിശ്വാസം അറിയാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷയാണെന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. അത് അന്യഭാഷ പറഞ്ഞില്ലേ ഏതാണ്ടൊരു കുഴപ്പമുണ്ടെന്നൊരു, ഏതാണ്ടൊരു ആത്മീയതയിൽ എന്തോ കുറഞ്ഞു പോകുന്നു എന്നൊരു ചിന്തയുണ്ട്. അന്യഭാഷ പറയണം. എന്താണ് അന്യഭാഷ എന്ന് അറിഞ്ഞിരിക്കും. നിങ്ങളെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, അതായത് പറഞ്ഞു കൂടിയിരുന്നവരുടെ കാര്യമാണ് പറയാൻ വരുന്നത്. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെയാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഈ പെന്തക്കോസ്ത് നാൾ സമയത്ത്. പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ 50th ഡേ എന്നാണ് അതിൻ്റെ അർത്ഥം. പെന്തക്കോസ്ത് യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവൽ ഡേ ആണ്.
ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ സീനായ് മലയിൽ വെച്ച് 10 കൽപ്പന കൊടുത്തതിൻ്റെ സെലിബ്രേഷനാണ് പെന്തക്കോസ്റ്റ് ഫെസ്റ്റിവൽ. ആ സമയത്ത് അവരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയപ്പോൾ അവരുടെ മേൽ എന്താ ചെയ്തു? മുഴക്കമുണ്ടായി. ഇരുന്ന് വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്ക് പ്രത്യക്ഷനായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ. ബാക്കി അവിടെ കൊണ്ട് നിർത്തിക്കളയരുത്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ആരായിരുന്നു അതെല്ലാം? 9-ാം വാക്യം. പർത്യരും മേത്യരും 16 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പോൾ എല്ലാം വായിപ്പിക്കുന്നില്ല, സമയമില്ല. പർത്യരും മേത്യരും എലാമ്യരും മെസപ്പൊത്താമ്യയിലും പൊന്തിയിലും ആസിയയിലും തുടങ്ങിയ എല്ലാ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ കൂടിയിരുന്നു. അവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നോ? ഒറ്റ ഒരെണ്ണമില്ല. ഒറ്റ ക്രിസ്ത്യാനിയും വിശ്വാസി അവിടെ ഇല്ല. അവരെല്ലാം അമ്പരന്ന് പോയി. അമ്പരക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? മലയാളം മറന്നുപോയോ? അതിശയിച്ചു പോയി. അതിശയിക്കാൻ കാരണം എന്നാ? അപ്പോൾ മനസ്സിലായി. അപ്പോൾ അന്യഭാഷ പറഞ്ഞാൽ പുറകെ ഇരിക്കുന്ന ആളും കേൾക്കണം. അന്യഭാഷ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയാണ് ഈ വേദപുസ്തകമാണ് പറഞ്ഞത്. എനിക്ക് അതിനപ്പുറം പറയാനൊക്കെ ഇല്ല. വേദപുസ്തകം പറയുന്നു, അവർ പറഞ്ഞതാൽ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഇൻഫറൻസ് എന്നാ? അന്യഭാഷ മനസ്സിലാകുന്ന ഭാഷയോ മനസ്സിലാകാൻ വയ്യാത്ത ഭാഷയോ? മനസ്സിലാകുന്ന ഭാഷ. അപ്പോൾ മനസ്സിലാകാത്ത ഭാഷയോ? മറുഭാഷ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ മനസ്സിലാകുന്ന ഭാഷയാണ് പ്രിയപ്പെട്ടവരെ. മനസ്സിലാകാത്ത ഭാഷ പറയുന്നത് ശരിയല്ല. എത്ര പറയാൻ ഇപ്പം നേരമുള്ളൂ. ഇനിയും എന്നാൽ ആ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 14-ാം അധ്യായം ആദ്യം മുഴുവൻ പറയുന്ന അന്യഭാഷയെക്കുറിച്ചാണ്. അവിടെ ഉപയോഗിക്കുന്ന ഗ്ലോസലേലിയ എന്നുള്ളൊരു വാക്കാണ്. ഗ്ലോസലേലിയ എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പോയി അല്ലെ ഏതെങ്കിലും ലൈബ്രറി ചെന്നിട്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. ചിലരുടെയൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതവിടെ ഇരിക്കേ ഉള്ളൂ, അത് തുറന്നിട്ട് പോലും ഇല്ല. അതിനകത്ത് ഗ്ലോസലേലിയ എന്നൊരു വാക്കുണ്ട്, എടുത്ത് വായിച്ച് നോക്കണം. ഇറ്റ് വാസ് എ പ്രീ ക്രിസ്ത്യൻ ഫിനോമിന. അത് ആദ്യത്തെ വാചകം അതിൻ്റെ. ഇറ്റ് വാസ് എ പ്രീ ക്രിസ്ത്യൻ ഫിനോമിന. മറ്റു മതങ്ങളിലുണ്ടായിരുന്നു ഈ ഗ്ലോസലേലിയ. അതിനെക്കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ പറയുന്നത്. അല്ലാതെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ അന്യഭാഷയെക്കുറിച്ചല്ല 14-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 14 പറയുന്നത്. രണ്ടും രണ്ടാണ്. എനിക്കതെല്ലാം പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ വാചകം സ്നേഹമാചരിപ്പാൻ ഉത്സാഹി, പ്രാക്ടീസ് ലവ്. മറ്റ് 13-ാം അധ്യായത്തിൽ സ്ലവിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആണ്. ഫ്രൂട്ടും ഗിഫ്റ്റും ഒന്ന് തന്നെയാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഇപ്പം ഇല്ലാത്തത് എന്തുവാ? ഞാനത് പറഞ്ഞു, നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊരിന്തിലൊരു പ്രശ്നമുണ്ട്. അത് ഞാനൊരു അല്പം പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ഈ കൊരിന്തിലെ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചാൽ, അതൊരു ലിവിങ് ലൈക്ക് എ കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്ന് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിലെ ഒരു എക്സ്പ്രഷനാണ് ലിവിങ് ലൈക്ക് എ കൊരിന്ത്യൻ. തെമ്മാടിയായി ജീവിക്കാന്നുണ്ട്. എല്ലാ അനാവശ്യാസ്യ പ്രവർത്തനത്തിലും ഏർപ്പെട്ട് കള്ളും മറ്റും മറിച്ചതും പെണ്ണുമൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെയാണ് കൊരിന്ത്യൻ എന്ന് പറയുന്നത്. പക്ഷെ അവർ ഭയങ്കര സ്പിരിച്വലുമാണ്.
നിങ്ങൾ ആരാണ്ടൊക്കെ മനസ്സ് കണ്ണോടായി പറയുന്നത് എനിക്കറിയാം, ചിരിക്കുന്നറിയാം. എനിക്കതൊന്നും അറിയില്ല. ഭയങ്കര സ്പിരിച്വലാണ്. അതിൻ്റെ കാര്യം അഫ്രഡൈറ്റ് എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്. അപ്പോൾ ഈ കൊരിന്ത്യ പട്ടണം, ഞാനവിടെ പോയി താമസിച്ചിട്ടുള്ള ഒരാളാണ്. ഈ കൊരിന്ത്യ പട്ടണം ഒരു കുന്നിൻ്റെ മുകളിലാണ്. ആ കുന്നിൻ്റെ നെറുകയിലാണ് ഈ ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ അവിടുത്തെ ദേവിയുടെ പേരാണ് അഫ്രഡൈറ്റ്. ആ അമ്പലത്തിൽ ആയിരക്കണക്കിന് ദേവദാസിമാരുണ്ട്. ഈ ദേവദാസിമാർ പകൽ അവിടെ കിടന്നുറങ്ങും, രാത്രിയിൽ ഈ പട്ടണത്തിലൊടിഞ്ഞ് പോരും. ഉള്ള എല്ലാ അനാശാസ്യ പ്രവർത്തനത്തിലും അവരേർപ്പെടും. അതുകൊണ്ട് അത് അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് കൊരിന്ത്യയിൽ. അപ്പോൾ അവർ ഒരുപാട് ഇതുപോലുള്ള ഫോളിങ് ഇൻ ടു എക്ടസി അവരുടെ ഒരു പതിവാണ്. എക്ടസി എന്ന് പറഞ്ഞാൽ അറിയാമോ? വിവശതയിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്കറിയാം, കാവടി എടുക്കുന്നതും തുമ്പി തുള്ളുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരല്ലേ, കണ്ടു കാണും. അപ്പം ഇങ്ങനെയുള്ള എക്ടസിയിലേക്കൊരു പ്രവേശിക്കുന്ന പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണെന്ന ഈ എക്ടസി. ഈ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസ് വാസ് മിസ്അണ്ടർസ്റ്റുഡ് ആസ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലോസലേലിയ ഉരുവിട്ടിരുന്നു. ഇപ്പോൾ ഈ വാക്കുകളുടെ അട്ടറൻസാണ് ഇതിനകത്തുള്ളത്. ഇപ്പം പറയുന്നത് ഈ മറുഭാഷയിലും എന്നാ വാക്കുകളുടെ അട്ടറൻസസ് ആണ്. ഭാഷ എന്ന് പറഞ്ഞാൽ വാക്ക് മാത്രമാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വ്യാകരണമുണ്ട്. അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, ഒരു വേർബ് കാണും, സബ്ജക്റ്റ് കാണും, ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരു വേർബും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇങ്ങനെ അങ്ങ് പാടിക്കോളുക. രക്തൻ 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 രക്തൻ. ഇത് ഞാൻ തിരുവല്ലയിലെ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഞാൻ അവിടെ എങ്ങനെയോ കാഷ്വലായിട്ട് ഒരു പെന്തക്കോസ് ഫെയ്ത്ത് ഹോമിൻ്റെ സൈഡിൽ കൊടുക്കും. ഞാനിത് അന്യഭാഷ പറയുന്നത് കേട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ അവരിങ്ങനെ രക്തൻ 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പിന്നെ അടുത്ത വേറെ കൂട്ടർ ആരാ ശിവ 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 ആരാ. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനതൊരു കള്ളമല്ല പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഒരു അന്യഭാഷ എന്ന് പറയുന്നത്. എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അപ്പോൾ അവന് അന്യഭാഷ കിട്ടാൻ വലിയ ആഗ്രഹം. അപ്പം അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അന്യഭാഷ വേണം. എടാ, ഞാൻ പറഞ്ഞടാ, ഞാൻ ഈ വേദോസിലെ കാര്യമൊക്കെ പറഞ്ഞു. അവന് എന്നാലും തൃപ്തിയല്ല, അവന് കിട്ടിയേ മതിയാവുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു, പൊക്കോ, നിനക്ക് ഇത്ര വലിയ അത്യാവശ്യമാണ്, പൊക്കോളാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവിടെ പോയി ഇപ്പം വലിയ സന്തോഷമായി. തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ അന്യഭാഷ കിട്ടിയെന്ന് ചോദിച്ചു, കിട്ടിയില്ല. തമ്പറടിച്ച് പാട്ട് ജനങ്ങളെല്ലാം കൂടെ വന്ന് പ്രാർത്ഥിച്ചു, അന്യഭാഷ കിട്ടിയില്ല. അപ്പോൾ ഒടുവിൽ ഇതെല്ലാം ഒരു മാസത്തിനിടയിലാണ്. ഒരു 2-3 മാസം കഴിഞ്ഞ് പിന്നെയും ചോദിച്ചു, അന്യഭാഷ കിട്ടിയോ? കിട്ടിയില്ല. അപ്പം പുള്ളി പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പറയാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇങ്ങനെ പറയാനാണെങ്കിൽ ഞാനില്ല. അവൻ തിരിച്ചു വന്നു. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പോരുന്നു. ഇതാ തള്ള ചൊല്ല പാവല് കിഴക്കാൻ ജാതി നീ ഓർത്തോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ ഓർത്തോണം. ഈ ഞങ്ങളൊക്കെ പറയുമ്പോൾ ഓർക്കും ഞങ്ങൾക്ക് ഏതാണ്ട് ഗുണത്തിനാണ്. ഇത് നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്യഭാഷ എന്ന് പറയുന്നത് മനസ്സിലാകുന്ന ഭാഷയാണ്. ഇവിടെ നിന്നുള്ള ഈ കൊരിന്ത്യ സഭയിൽ നിന്ന്, ഈ കൊരിന്ത്യ പട്ടണത്തിൽ നിന്ന്, ഈ സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് ആളുകൾ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് വന്നു. When they come to the Christian church, they also brought that spiritual ideas also to the Christian church. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് ഒരു വലിയ ഒരു തീസിസാണ് അവിടെ 14-ാം അധ്യായം പറയുന്നത്. അവരുടെ ഫോർ ആൻഡ് അഗൻസ്റ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവസാനത്തിലത്തെ പാരഗ്രാഫ് എന്നാണെന്നറിയാമോ? ഇനിയും സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എഴുതുകൊണ്ട് നടക്കുന്ന നിങ്ങളെ വെട്ടാൻ. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഇത് കൊരിന്ത്യർക്ക് വേണ്ടി മാത്രം പറഞ്ഞ, അല്ലാതെ വേറെ ഇത് ഹൂസൻ പള്ളിക്ക് വേണ്ടി പറഞ്ഞല്ല, കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പറഞ്ഞ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. ഈ കൊരിന്ത്യ സഭയിൽ നടന്നിട്ടുള്ള ഈ അന്യഭാഷ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്കാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി സഭയിൽ മിണ്ടരുതെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ, ഇനി നിങ്ങൾ ഈ ഭാഷ. പൗലോസ് അപ്പോസ്തലൻ അവരെ സുഖിപ്പിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം ഒടുവിൽ അവൻ്റെ തലയ്ക്കൊരടി അടിച്ചു. ഇനി സ്ത്രീ സഭയിൽ
മിണ്ടരുത്. പണ്ട് സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീസഭയിൽ ഉണ്ടായിരിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ നടക്കുന്നത്. പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ്. അതുകൊണ്ട് അത് അന്യഭാഷയല്ല പ്രിയപ്പെട്ടവർ. അതിന് പൗലോസിന് കൺസെഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഞാൻ നിർത്തുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 35 മിനിറ്റായി. പക്ഷേ ഇത്രയും നേരം ഞാൻ 10,000 വാക്ക് പറഞ്ഞില്ല. എന്നാൽ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാനാണ് പൗലോസ് പറഞ്ഞത്. 10,000 വാക്ക് ബുദ്ധി കൊണ്ട് പറയുന്നതിനേക്കാൾ, അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് പരിശുദ്ധാത്മാവായ ദൈവം യേശു ക്രിസ്തുവാണ്. അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുന്നു. ഈ സ്നേഹമാണ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി, പരിശുദ്ധാത്മാവിൻ്റെ വരമായി ഈ ലോകത്തിന് കഴിയും. ഇന്ന് എന്താണ് നമുക്ക്, നിങ്ങൾ തന്നെ പറഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടത്. കർത്താവിൻ്റെ സ്നേഹം ക്രൂശിലോട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ സ്നേഹം ക്രൂശിലേക്ക് നമ്മെ നയിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതുമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് ക്രിസ്ത്യൻ ലവ്? പറയാം. കർത്താവ് പറഞ്ഞ സ്നേഹമാണ്. മറ്റെങ്ങും കാണാത്തതായിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്നാണ്? കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ, അതാണ് ഡിസ്റ്റിങ്റ്റീവ്നെസ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും. ആ ശത്രുവിനെ സ്നേഹിക്കുന്ന മഹാസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പങ്കുകാരായി തീരുവാൻ ദൈവം നമ്മെ അയച്ചിരിക്കുന്നു. എങ്ങോട്ട് അയച്ചിരിക്കുന്നു? ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ ലോകം ദൈവത്തിൻ്റെ രാജ്യമായി രൂപപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 16-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിലാണ് ദൈവം. സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിലും പ്രവർത്തിക്കുന്നു. എങ്ങനെയാ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തി അവരെ ലോകത്തെ അനുതാപത്തിലേക്ക് നയിച്ച് ഈ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കൂട്ടുവേലക്കാരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. തലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആത്മാവിലൂടെ കർത്താവേ, നീ ഞങ്ങളോടൊന്ന് സംസാരിച്ചതിനായി സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ലഭിച്ച വ്യക്തതയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, സത്യത്തിനും ആത്മാവിനെ നിന്നെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടെ എന്നും വസിക്കുന്നതാണ്. ആത്മാവിൽ വളരുവാൻ കർത്താവെ നിങ്ങൾ ബലപ്പെടുത്തണമേ. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് ആഴമായിട്ടുള്ള ചിന്തകൾ നൽകിയ അച്ഛനായതിനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ശുശ്രൂഷകളെ ഇന്ന് കൂടുതലായിട്ട് ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ആത്മാവിൻ്റെ ഫലങ്ങളെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, പരസ്പരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ കൃപ നൽകണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് അതത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. All those who have come prepared to participate in the Holy Kurbana may stand at their respective places for the prayer of confession. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായും നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ.
കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായി സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുമനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശ്വാശ്വതമായ വാഴ്വുകളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെ തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടവനായ പിതാവായ ദൈവത്തിന്റെ കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസനിൽ നിന്നുണ്ടരവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന ആർത്തുപാട് സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ.
പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച് എൻ്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. വാങ്ങി വച്ചിപ്പിന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായവും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൂടി പിന്നെ ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ സപരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികളും പ്രകാരം പ്രതിഫലം നൽകുന്നവരെ പ്രവചകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബൂകാദമറോൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ സഭയിലെ എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്ന നിന്റെ വിശുദ്ധ റൂഹായെ ഞങ്ങളെ ശുദ്ധീകരിപ്പാനും ഈ കുർബാനയെ ശുദ്ധീകരിപ്പാനും അയച്ചു തരണമേ. താവേ, ഞങ്ങളോട് അവിടുന്ന് ഉത്തരമരളി ചെയ്യണമേ. താവേ, ഞങ്ങളോട് അവിടുന്ന് ഉത്തരമരളി ചെയ്യണമേ. താവേ, ഞങ്ങളോട് അവിടുന്ന് ഉത്തരമരളി ചെയ്ത ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവേ ശിക്ഷയാട് ദൃശീലമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവേ ശിക്ഷയാട് ദുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്രിയാസ് മാർ തിയോപ്പുലോസ് സഫർഗൻ മെത്രാപ്പോലീത്തായും ഗിവർഗീസ് മാർ അത്തനാസിയോസ് ഗിവർഗീസ് മാർ തിയോഡോഷ്യസ് യാക്കീം മാർ കുറിലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും
കശീശന്മാർ ശമാശന്മാർ മുതലായ പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റുഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജേന്ദ്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്ഥലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിസ്തുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. ശാരീരികമായി സുഖമില്ലായിരിക്കുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകാംഗമായിരിക്കുന്ന ശ്രീമതി സൂസൻ ജോർജിൻ്റെ മാതാവ് അന്നമ്മ വർഗീസ് സർജറിക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയിൽ ഡോക്ടർ സാം ഓസ്റ്റിനിൽ പെട്ടെന്നുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നു. സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മുഴുവനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഓർക്കാം. നമുക്ക് ശുശ്രൂഷ ചെയ്യുന്ന കൊച്ചുകൊച്ചനെയും കുടുംബത്തെയും സിജോ അച്ഛനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷ ഈ ഇടവയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ പ്രസിഡന്റ്, മറ്റ് ചുമതല വഹിക്കുന്ന ആളുകൾ
അവരെ നീ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനവും അറിവും നന്മയും എന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ ഓർ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പിൽഗ്രിം ഫാദേഴ്സിലൂടെ ഈ രാജ്യത്തിന് ലഭിച്ചതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും തുടർന്നത് ഈ സമൂഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനെയും ദൈവസന്നിധിയിൽ ഓർക്കാം. വ്യത്യസ്തമായൊരു സംസ്കാരത്തിലേക്ക് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി വിവേകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാതനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച് കർത്തൃ പ്രാർത്ഥനയും തകർന്ന ഹൃദയത്തോട് തിരുവൻപാവ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. പോലെ ഞങ്ങളുടെ ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിക്കാതെ രക്ഷിക്കണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും ആദ്യവും അന്തവുമില്ലാത്തതും തത്വത്തിൽ ഏകത്വമുള്ളതുമായിരിക്കുന്ന തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ തന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
മനസ്സുള്ളവരുമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം പിതാവിൽ ആശ്രയിക്കുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. പരിസരവായുമായ ദൈവം അതിനും സുദിനമാകുന്നു. തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്ത് കരം നീട്ടിയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും തിരുസന്നിധിയിലെ പ്രസാദത്തിനുമായി കാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിയാതല്ലാത്ത തിരുശരീരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി കാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവേ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയോടെ സ്തോത്രത്തോടെ കൈക്കൊള്ളുക.
കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ക്ഷമിച്ചുകായ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അവർ പ്രത്യാശിക്കുന്നുണ്ട്. സ്വർഗീയമായ നിന്റെ മേശയിൽ സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങളാരും കുറ്റം വിധിക്കപ്പെടരുതേ. പിന്നെയോ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള സകല വിശുദ്ധരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ ദൈവമേ, തിരുശരീരക്തങ്ങളെ കൈക്കൊണ്ടതിന്റെ ശേഷം തലകളെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായ്ച്ചിറങ്ങി എന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ നിന്റെ ജനകനായ പിതാവായ ദൈവത്തെ നിന്റെ പരിശുദ്ധ റൂഹായ്മയോട് ആസ്വദിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ നീ സ്ഥിരമാം പാറം മേലുറപ്പിക്കണമേ. ഭരണക്കാരെ നിൻഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും ശംശാനരെയും അലങ്കരിക്കണമേ. കാറോയരെയോ ഗായകരെയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയേറ്റിക്കുന്നതിനുമായുള്ളവരെയും ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമാടിയാൻ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സഹായവും കരുണയും ലഭിപ്പാൻ നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ചുകൊണ്ട് സമാധാനത്താലേ പോയി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.